നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ കേടാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിച്ചാലും പിന്നെയും ഞങ്ങൾ കുറ്റം കേൾക്കണം. മീര അവളുടെ വീട്ടുകാരും മഹാന്മാരാവുകയും ചെയ്യും. ഇതൊന്നും ശരിയല്ല. ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ഇതുവരെയുള്ളതെല്ലാം മറന്ന് മീരെ നീ തിരിച്ചു വിളിച്ചോണ്ട് വാ. അങ്ങനെ ചെയ്താൽ ഞാൻ അംഗീകരിക്കാം നിങ്ങൾ ഞങ്ങളെ അനുസരിക്കുന്നവരാണെന്ന്. ഓ, വല്ലാത്തൊരു ഐഡിയ ആയിപ്പോയി. കൊച്ചുകുട്ടികളെ പറ്റിക്കും പോലെ വെറുതെ വാശിയായിട്ടേ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ. ഇതൊന്നും വർക്കൗട്ട് ആവില്ല ആന്റി. നിങ്ങൾ ആരും വെറുതെ അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. മീരയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്താണ്. അതിന് മാറാനും പോകുന്നില്ല. കോടതി അടുത്ത തവണ ഞങ്ങൾക്ക് ഡിവോഴ്സ് നൽകും. അതോടെ ആ ബന്ധം അവസാനിക്കും. ഒരിക്കലെങ്കിലും നീ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം അങ്ങനെ അവസാനിക്കില്ല. അമ്മ പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ആദർശിന്റെ മനസ്സ് വിഷമിപ്പിക്കാനും ടെൻഷൻ ആക്കാനുള്ള ശ്രമമാ. അല്ല ബി, ആത്മാർത്ഥമായ സ്നേഹം ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല. അതെത്ര മറക്കാൻ ശ്രമിച്ചാലും അത് മനസ്സിൽ എവിടെയെങ്കിലും മറഞ്ഞു കിടക്കും. മനഃപൂർവ്വം ഒഴിവാക്കിയതാണെങ്കിൽ അതിന്റെ കുറ്റബോധം എന്തെങ്കിലുമൊക്കെ വേട്ടയാടുകയും ചെയ്യും. അതൊക്കെ പണ്ട് കാലത്ത് അമ്മേ. ഇപ്പൊ ഒരേ സമയം 10-20 ഡേറ്റിംഗ് ആപ്പില് അക്കൗണ്ടും എടുത്ത് മെസ്സേജും അയച്ച് റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് എണ്ണിയാലൊടുങ്ങാത്ത ഷിപ്പുകൾ ഓടിക്കുന്ന കാലം ഇത്. അവിടെ നിർമ്മല പ്രണയത്തിന്റെ കുറ്റബോധവും വിരഹഗാനമൊന്നും ഇല്ല. അതൊക്കെ തോന്നലാണ് അബി. കാലം എത്ര മാറിയാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും മനുഷ്യന്റെ മനസ്സെന്നും ഒരുപോലൊക്കെ തന്നെയാ. സന്തോഷമുണ്ടെങ്കിൽ ദുഃഖവും ഉണ്ട്, പ്രണയമുണ്ടെങ്കിൽ വിരഹവും ഉണ്ട്. അതൊക്കെ ഇല്ലെന്ന് വാദിച്ചാലും അനുഭവിക്കുന്നവർക്കേ അതിന്റെ പെടച്ചിലറിയൂ. അല്ലാത്തവർ മനുഷ്യരല്ല, വെറും യന്ത്രങ്ങൾ മാത്രമായി മാറിപ്പോകും. ഞാൻ പറയുന്നത് സത്യമാണെന്ന് എന്നെങ്കിലും നിനക്ക് ബോധ്യപ്പെടും. നമ്മളിപ്പം വിഷമിച്ചിട്ടോ ധൃതി വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല മോനെ. നിന്റെ സ്വഭാവത്തിൽ ശരിക്കും മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും നീ പഴയ സൂരജ് ആവില്ലെന്നും എല്ലാവർക്കും ബോധ്യപ്പെടണം. അതെന്ന് എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ. ഒരു തീരുമാനമില്ലാതെ ഇതിങ്ങനെ എത്ര നാൾ നീണ്ടുപോകുന്നു ആർക്കറിയാം. ഇനിയിപ്പോ എല്ലാവർക്കും എല്ലാം ബോധ്യപ്പെട്ട് വിവാഹത്തിന് സമ്മതിക്കാമെന്ന് വെച്ചാലും നിനക്കോ വിദ്യമോൾക്കോ ജീവിക്കാൻ ഒരു ജോലി പോലും ആയിട്ടില്ലല്ലോ. അത് മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. ആ കാര്യം ഞാനും വിദ്യയും സംസാരിക്കുകയും ചെയ്തു. ഇനി നിനക്ക് ആദർശന്റെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ പറ്റില്ല. ആദർശ് അതിന് സമ്മതിച്ചാലും നീ അതിന് പോകുന്നത് ശരിയല്ലല്ലോ. അതെ. പുതിയ ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നീ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ടോ? മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. ഞാനത് വിദ്യയോട് പറഞ്ഞു. ഇനി ആ കാര്യത്തില് മുത്തശ്ശന്റെ അഭിപ്രായം കൂടി അറിയണം. എന്നാ നീ പ്ലാൻ പറ, എന്താന്ന് കേൾക്കട്ടെ. ഹരിയച്ചന്റെ ബിസിനസ്സിൽ സഹായിക്കാൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. ഞാനത് പക്ഷേ ഒരിക്കലും സീരിയസ് ആയിട്ട് ചിന്തിക്കാറില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ അവസ്ഥ വെച്ച് നോക്കിയാ എൻ്റെ മുന്നിൽ പെട്ടെന്നൊരു ജോലി എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഹരിയച്ചൻ്റെ ഒപ്പം നിൽക്കുന്നതല്ലേ. ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഹരിയച്ചനും അത് വലിയൊരു ആശ്വാസമാവില്ലേ? നന്നായി മോനെ, ഇതാണ് ശരി. നീ ഇതാണ് ചെയ്യേണ്ടത്. നീ ഹരിയോടൊപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചതറിഞ്ഞാല് അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഹരി തന്നെയായിരിക്കും. അതെ മുത്തശ്ശ. ഹരി എത്രയോ വർഷങ്ങളായി മരുന്ന് വിൽപ്പന ചെയ്യുന്നു. അതുകൊണ്ട് ആ മേഖലയിലെ എല്ലാ രീതികളും ഹരിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതെല്ലാം ഹരി നിന്നെ പഠിപ്പിക്കും. ഹരിയച്ചൻ്റെ എക്സ്പീരിയൻസ് ആ ബിസിനസ്സിൻ്റെ വിജയമാണ്. അത് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ എനിക്കും ആ മേഖലയിൽ ശോഭിക്കാൻ പറ്റും. അതൊക്കെ ഹരി നിന്നെ പഠിപ്പിച്ചു തരും. കൂടെ നീ സ്നേഹത്തോടെ നിന്നാ മതി. അതൊക്കെ ഞാൻ നിന്നോളാം. പണ്ടൊക്കെ ഹരിയച്ചനോട് എനിക്ക് മനസ്സുകൊണ്ടൊരു അകൽച്ചയുണ്ടായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് മനസ്സിൽ അങ്ങനൊരു അകൽച്ച സൂക്ഷിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഞാനും എൻ്റേതായൊരു പ്രൊഫഷൻ കണ്ടെത്തിയേ പറ്റൂ. ഹരിയച്ചൻ്റെ കൂടെ ആവുമ്പോൾ വീണു പോയാലും കൈത്താങ്ങിന് ആളുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. മോനെ, നിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇത്രയും നന്നായി വളർത്തുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല.
പക്ഷേ ഹരി നിന്നെ വളരെ നന്നായി, ഒരു കുറവും വരുത്താതെ സ്നേഹത്തോടെ ഒരച്ഛന്റെ എല്ലാ സംരക്ഷണങ്ങളും നിനക്ക് നൽകിയാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഹരിയുടെ ബിസിനസ്സും നിന്നെ ഏൽപ്പിക്കാൻ ഹരി മുൻപേ തയ്യാറായത്. ഇനി നീ അത് ഏറ്റെടുത്ത് പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നിനക്ക് ഹരിയേക്കാൾ നന്നായി ആ ബിസിനസ് ചെയ്യാൻ കഴിയും. വിദ്യ അത് തന്നെയാ പറഞ്ഞത്. നീ ഈ കാര്യം ഹരിയോട് പറഞ്ഞു? ഇല്ല. എങ്കിൽ ഇനി സമയം കളയാതെ ഹരിയോട് കാര്യം പറ. എന്നിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങ്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ല മുത്തശ്ശ. പക്ഷേ മീരയുടെ കാര്യം ആലോചിക്കുമ്പോൾ അങ്ങനെയല്ല. മീരയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ടല്ലോ. അതിലിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മോനെ. അവിടെ ഇനി എന്ത് സംഭവിക്കണമെങ്കിലും ഭഗവാന്റെ ഇടപെടൽ തന്നെ ഉണ്ടാവണം. അടുത്ത തവണ കോടതിയിൽ നിന്ന് ഡിവോഴ്സ് കൊടുക്കുമെന്നാ വക്കീൽ പറഞ്ഞത്. ഒരു കണക്കിന് പറഞ്ഞ ആദർശ് പറയുന്നതും ശരിയാണെന്ന് തോന്നും മോനെ. സന്തോഷമില്ലാതെ രണ്ടുപേര് ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുന്നതിലും നല്ലതാണ് അവർ പിരിഞ്ഞാണെങ്കിലും സന്തോഷത്തോടെ ബാക്കിയുള്ള കാലം കഴിയുന്നത്. അത് ശരിയാണ്. പക്ഷേ ആദർശേട്ടൻ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താതെയാണ് മീരയെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ആദർശേട്ടൻ്റെ പ്രശ്നങ്ങളുടെ കാരണം മീരയല്ല, അഭിരാമിയും പിന്നെ ആദർശേട്ടൻ്റെ വഴിതെറ്റിയ ചിന്തകളുമോ. അത് മീര ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിയാലൊന്നും ആ പ്രശ്നങ്ങൾ തീരില്ല മുത്തശ്ശ. അതൊക്കെ തിരിച്ചറിഞ്ഞ് ആദർശേട്ടന് ബോധം ഉണ്ടാവുമ്പോൾ മീര ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഭാവി എന്താണെന്ന് നമുക്കറിയില്ല മോനെ. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ഈശ്വരന്റെ തീരുമാനം. ഭഗവാൻ അവർക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. അമ്മേ, ദേ ആദർശ് വിളിക്കുന്നു. കോടതി കഴിഞ്ഞ് ഇറങ്ങിക്കാണും. മോനെ. അമ്മേ, ഞാൻ കോടതി കഴിഞ്ഞ് ഇറങ്ങി. ആണോ? എന്തായി? വിധി വന്നോ? ഡിവോഴ്സ് കിട്ടി. നിനക്ക് സന്തോഷായില്ലേ? എന്താമ്മേ, ഡിവോഴ്സ് കിട്ടിയോ? കിട്ടിയെന്നാ പറഞ്ഞേ. ഓ, സമാധാനമായി. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. മീരയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു. മീരമോൾ എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മീരയ്ക്ക് എന്നെ മനസ്സിലാവും. ഞങ്ങൾ സൗഹാർദ്ദപൂർവ്വം കൈകൊടുത്ത് പിരിഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാ ആദർശ്. മീരയ്ക്ക് നിന്നെ മനസ്സിലാവും. പക്ഷേ നിനക്ക് തിരിച്ചു കഴിയാതെ പോയി. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ? നീ എപ്പോ തിരിച്ചു വരും? ഉടനെ വരും. ബാക്കി വന്നിട്ട് സംസാരിക്കാം. ശരി. ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ വിളിച്ചിട്ട് അമ്മ എന്തിനാ ആദർശനോട് ദേഷ്യത്തിൽ സംസാരിച്ചത്? ഈ വാർത്ത നിനക്കും ആദർശനും മാത്രമാണ് സന്തോഷം തരുന്നത്. എനിക്കങ്ങനെയല്ല. അതെനിക്കറിയാം. എന്റെ അമ്മ സ്വന്തം മക്കളെക്കാൾ വല്ല പെണ്ണുങ്ങളെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ആ മീരയ്ക്ക് അമ്മയുമായോ ഈ വീടുമായോ ഒരു ബന്ധവുമില്ല. അത് മറക്കണ്ട. നീ പറഞ്ഞതുപോലെ നിയമപരമായ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് മീര മകള് തന്നെയാ. ആ സ്നേഹം എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിലും ആദ്യം ഞാൻ മീരയെ കണ്ടപ്പോഴും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടപ്പോഴും ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അമ്മ അവളെ സ്നേഹിക്കുകയോ മകളായിട്ട് കാണുകയോ സഹായിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. എനിക്കതിൽ ഒരു പരാതിയുമില്ല. അല്ലെങ്കിൽ തന്നെ ദേവ ബിൽഡേഴ്സ് ഒരുപാട് ചാരിറ്റി പ്രവൃത്തികൾ ചെയ്യാറുണ്ടല്ലോ. ഒരുപാട് പേരെ സഹായിക്കാറുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായി മീര ഉണ്ടാവുന്നതിൽ എനിക്കെന്താ? നീ എന്താ അബി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത്രയ്ക്ക് പക തോന്നാൻ ആ കുട്ടി നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അതിന്റെ കാര്യവും കാരണവും പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. വെറുതെ അതൊക്കെ ഓർമ്മപ്പെടുത്തി അമ്മ എന്റെ സന്തോഷം നശിപ്പിക്കരുത്. ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസാ. ഇത് എനിക്കൊന്ന് ആഘോഷിക്കണം. അമ്മ ഒരു കാര്യം ചെയ്യേ, ഒരു പായസം വെക്ക്. എന്തിന്? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വെക്കാം. ഇന്ന് എന്റെ കൈ കൊണ്ട് തന്നെ പായസം വെച്ച് എല്ലാവർക്കും കൊടുക്കണം. അത് മാത്രമല്ല, ക്ഷേത്രത്തിൽ പോയി കുറച്ച് പുണ്യാഹം വാങ്ങണം. എന്നിട്ട്
അത് തളിച്ച് നമ്മുടെ വീടൊന്ന് ശുദ്ധമാക്കണം. കുറച്ചു കാലമായി നമ്മുടെ വീടിനെ ബാധിച്ച ആ പിശാച് ഒഴിഞ്ഞു പോയതല്ലേ. നിർത്തവി. ഒന്നുമല്ലെങ്കിലും നീ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം യാതൊരു മടിയും കൂടാതെ നിന്നെ സഹായിച്ചവളല്ലേ മീര. അതിന്റെ നന്ദിയെങ്കിലും കാണിച്ചൂടെ? നന്ദിയോ? അവളോടോ? അത് ഈ ജന്മം ഉണ്ടാവില്ല. എനിക്ക് മീര ശത്രുവാണ്. അത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോഴും ഓരോന്ന് പറഞ്ഞ് അമ്മ അവളെ സപ്പോർട്ട് ചെയ്യുമ്പോ എനിക്ക് അവളോടുള്ള ദേഷ്യം കൂടിക്കൊണ്ടിരിക്കോ? ഞാൻ പറഞ്ഞല്ലോ, മീര ഇനി നമ്മുടെ ആരുമല്ല. നമ്മളുമായോ ഈ വീടുമായോ അവൾക്കിനി ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ളപ്പോ അവളെക്കുറിച്ച് ഈ വീട്ടിൽ സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല. നീ പറഞ്ഞത് ശരിയാ. മീരയ്ക്ക് ഈ വീടുമായി ഇനി ഒരു ബന്ധവുമില്ല. ആ കുട്ടിയെ പോലൊരു നല്ല പെൺകുട്ടിയെ നമ്മുടെ വീട് അർഹിക്കുന്നില്ല. അവളുടെ സ്നേഹത്തിനും അവൾക്കും വിലയില്ലാത്ത ഈ വീട്ടിൽ നിന്ന് ആ പാവൻ രക്ഷപ്പെടട്ടെ. ഇനിയെങ്കിലും സമാധാനത്തോടെ മീരയ്ക്ക് കഴിയാൻ പറ്റട്ടെ. ഏതായാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ മീര എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് അകന്നു പോയി. ഭാഗ്യം. എന്തൊക്കെ കൊട്ടിഘോഷങ്ങളോടെ നടന്ന കല്യാണമായിരുന്നു. അന്ന് ഈ കല്യാണത്തിന്റെ പേരില് ബീന എന്തുമാത്രം ജാട കാണിച്ചതാ. ഇപ്പതേ ആദർശ് മീര രണ്ട് വഴിക്കായി. കോടതി അവർക്ക് ഡിവോഴ്സും കൊടുത്തു. വലിയ കഷ്ടമായിപ്പോയി. വഴക്കും ബഹളമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നത് തന്നെയാ. പറയാൻ എളുപ്പമാ. ഒരു വിവാഹം നടക്കുമ്പോൾ അതിൽ 2 കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, നാട്ടുകാരുണ്ട്. കോടതിയിൽ പോയി ഒപ്പിട്ട് ഭാര്യയും ഭർത്താവും പിരിയുമ്പോഴേ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അവസാനം മാതാപിതാക്കൾ ചോദ്യചിഹ്നമായിട്ട് നിൽക്കേണ്ടി വരും. അത് വല്ലാത്തൊരു അവസ്ഥയാ. നാട്ടുകാരെയും ബന്ധുക്കളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ കരഞ്ഞും സഹിച്ചും തീർക്കണമെന്ന് പറഞ്ഞാ അത് വലിയ കഷ്ടാ. ആദർശേട്ടന്റെ മീരയുടെയും പ്രശ്നം എന്താണെന്ന് നമുക്ക് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നമുക്കതിൽ അഭിപ്രായം പറയാനും പറ്റില്ല. നീയും സൂരജും തമ്മിലുള്ള വിവാഹം നടന്നാലും നാളെ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാ ഉടനെ ബന്ധം പിരിയാൻ നിങ്ങൾ തീരുമാനിക്കുവോ? അത് ഭാവിയിലെ കാര്യമല്ലേ. ഞാനതെങ്ങനെ ഇപ്പൊ പറയും? മീരയും ആദർശേട്ടനും ഒരിക്കലും ഡിവോഴ്സ് ആകില്ല എന്ന് കരുതിയല്ലേ ആ വിവാഹം നടത്തിയിട്ടുണ്ടാവുക. ഈ ലോകത്ത് ആർക്കും ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. അതൊക്കെ കയറിയങ്ങ് ചലഞ്ച് ചെയ്യുന്നത് മണ്ടത്തരോ. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂരജിന് വിവാഹം കഴിക്കാൻ എന്റെ മുന്നിൽ നിങ്ങളുടെ അനുവാദം മാത്രം മതി. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന. അതിന് എത്ര കാലം എടുത്താലും മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കണ്ടോ, ഇതാണ് വിദ്യയുടെ അവസ്ഥ. ഇതിന്ന് എങ്ങനെ ഇവളെ മാറ്റാനാ? സൂരജിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടാൽ വിദ്യയുടെ നിലപാടിൽ മാറ്റം വരും. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ. സൂരജ് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനൊരു സാധ്യതയും കാണുന്നില്ല. അവൻ പൂർണ്ണമായി മാറിയെന്ന് വിശ്വസിക്കുന്ന ഒരാളെ എന്തു പറഞ്ഞാ നമ്മൾ മാറ്റിയെടുക്കുന്നേ? അതാ ഞാൻ പറയുന്നത്, അതിന് ശ്രമിക്കുന്നതിന് ഒരർത്ഥമില്ലെന്ന്. എങ്കിൽ ഇനി ഭഗവാൻ മാത്രമേ നമുക്ക് മുന്നിൽ രക്ഷകനായുള്ളൂ. അവര് തമ്മിൽ പിരിയണമെങ്കിൽ ഭഗവാൻ തന്നെ തീരുമാനിക്കണം. കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയും വിദ്യമോളുടെ ഭാവിക്ക് വേണ്ടിയും അവര് തമ്മിൽ പിരിയാനുള്ള സാഹചര്യം ഭഗവാൻ തന്നെ ഉണ്ടാക്കിത്തരാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഭഗവാൻ എന്റെ പ്രാർത്ഥന തള്ളിക്കളയില്ല. അമ്മേ, അമ്മ പ്രാർത്ഥിച്ചാൽ അത് നടക്കും. അമ്മയുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഭഗവാൻ ഏതെങ്കിലും രീതിയിൽ ഉത്തരം തരാറുള്ളതല്ലേ? അതെ. മനസ്സിൽ എന്തെങ്കിലും സംശയമോ ഉത്തരം കിട്ടാത്ത ചോദ്യമോ ഉണ്ടായാ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ വിളിച്ച് ചോദിച്ചാൽ മതി. അധികം താമസിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലെ എല്ലാ സംശയങ്ങളും തീരുന്ന ഒരു മറുപടി കൃത്യമായി നമുക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ കിട്ടും. എനിക്കങ്ങനെ മിക്കവാറും ആ ഉത്തരം കിട്ടുന്നത് ഏതെങ്കിലും ജോൾസന്റെ അടുത്തുനിന്നാവും. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ഫീൽ ചെയ്യുന്നതാ. നമ്മളൊരു ഉത്തരം തേടി നടന്നാൽ അത് പ്രകൃതി തന്നെ കാണിച്ചു തരുമെന്നും കേട്ടിട്ടുണ്ടോ? അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് വിദ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. മനോജേട്ടൻ എന്നെ ഒന്ന് ജോൾസന്റെ അടുത്ത് വരെ കൊണ്ടുപോകണം. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, നമുക്കിപ്പൊ തന്നെ പോവാം. ഇപ്പോഴോ? ആ, ഇപ്പൊ തന്നെ.
ഇപ്പൊ എന്താ പ്രശ്നം? ശരി എന്നപ്പോ എന്നമ്മ റെഡിയായി വേഗം ഇറങ്ങാം. ചെല്ലും മോനെ, സമയം കളയണ്ട. ജോലിസിൽ എന്താ പറയുന്നതെന്ന് അറിയാലോ. അമ്മ, മുഖലക്ഷണം, ഹസ്തരേഖ, ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം പറയും. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം കരുണയുള്ളൊരു ഹൃദയമാണെന്ന്. കുട്ടികളാരും ഇവിടെ ഇല്ല, പിന്നൊരു ദിവസം വരും. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമായി മനസ്സ് കലങ്ങിയിരിക്കുമ്പോ അതിനുള്ള ഉത്തരങ്ങൾ തന്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ ഓരോരോ വഴികൾ കണ്ടെത്തും. ചിലപ്പോ അങ്ങനൊരു നിമിത്തമോ നിയോഗമോ ആയി ഞാനിവിടെ എത്തിയതാവാം. ശരിയായിരിക്കാം. കാരണം കുറച്ചു മുമ്പേ ഞങ്ങൾ ഇവിടെ സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ദക്ഷിണ തരാൻ എൻ്റെ ഈ പണമില്ല. അതുകൊണ്ടാ അവരാരെങ്കിലും ഉള്ളപ്പോ വരാൻ പറഞ്ഞത്. അത് സാരമില്ലമ്മേ. അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു ദുഃഖമുണ്ട്. അത് മാറ്റാൻ എനിക്ക് കഴിഞ്ഞാൽ അതൊരു പുണ്യമാണല്ലോ. ആശങ്ക മാറിയ മനസ്സിലേ ഭഗവാന് സ്ഥാനമുള്ളൂ. അമ്മയുടെ മനസ്സ് സന്തോഷിച്ചാൽ എനിക്ക് വേണ്ട ദക്ഷിണ തനിയെ വന്നു ചേർന്നുകൊള്ളൂ. എന്തു തന്നെയായാലും വെറും കൈയോടെ ഞാൻ എങ്ങനെയാ മോനെ അയക്കുക? അതൊന്നും സാരമില്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്. അതെ, അമ്മയുടെ മനസ്സിലെ സങ്കടം എന്താണെന്ന് ആദ്യം എന്നോട് പറയൂ, കേക്കട്ടെ. ശരി, ഞാൻ പറയാം. എന്റെ കൊച്ചുമോളും ബന്ധുവായ സൂരജ് എന്ന പയ്യനുമായി അടുപ്പത്തിലാണ്. മുൻപ് അവന്റെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയെന്ന ധാരണയിലായിരുന്നു അവര് തമ്മിലടുത്തത്. പക്ഷേ അവരുടെ വീട്ടിൽ പൂജിച്ചിരുന്ന ഞങ്ങളുടെ തറവാട്ടിലെ വിഗ്രഹം മോഷണം പോയതിന് പിന്നിൽ ആ പയ്യനാണെന്ന് ഞങ്ങൾ ഈയിടെ അറിഞ്ഞു. അതാർക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ വിവാഹം വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു. ആ പയ്യന്റെ സ്വഭാവം മാറിയെന്ന എന്റെ ചെറുമോൾ ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഭഗവാന്റെ വിഗ്രഹം മോഷ്ടിക്കാൻ മനസ്സ് കാണിച്ച ആ പയ്യന്റെ സ്വഭാവം എന്നേക്കുമായി നന്മയിലേക്ക് മാറില്ലെന്നും ഇനിയും പഴയതുപോലെ ആവാനുള്ള സാധ്യതയുണ്ടെന്നും എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് അവരുടെ വിവാഹത്തെ അനുകൂലിക്കാൻ എനിക്ക് സാധിക്കില്ല. അതാണ് പ്രശ്നം. ശരി, ഞാനൊന്ന് നോക്കട്ടെ. വർഷങ്ങളോളം തറവാട്ടിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണല്ലേ അത്? അതെ. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടിട്ട് തിരികെ കിട്ടിയതാണ്. പിന്നെ അത് കൃഷ്ണഭക്തിയായ മറ്റൊരു കൊച്ചുമകളാണ് പൂജിച്ചിരുന്നത്, അല്ലേ? അതെ, സത്യമാണ്. ഇതൊക്കെ എങ്ങനെ അറിയാം? അതൊക്കെ ഗുരുനാഥന്റെ കഴിവാണ്. ഗുരു പറഞ്ഞു തന്നത് അനുസരിക്കുക മാത്രമേ ശിഷ്യർ ചെയ്യേണ്ടതുള്ളൂ. സൂരജിന്റെ മാറ്റം താൽക്കാലികമല്ല. സുദർശനമേറ്റ് മോക്ഷം ലഭിച്ച ജന്മം പോലെ സൂരജിന്റെ അടിസ്ഥാന സ്വഭാവമെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. അത് ഈശ്വരാനുഗ്രഹത്താൽ സംഭവിച്ച കാര്യമാണ്. അങ്ങനെ ഒരാൾക്ക് മാറ്റം വരുമോ? ഈശ്വരന് സാധിക്കാത്തതായി ഈ ഭൂമിയിൽ എന്താ ഉള്ളതമ്മേ? ഉണ്ണിക്കണ്ണൻ കുഞ്ഞായിരിക്കുമ്പോ കാളിയനും ബകാസുരനും പൂതനയ്ക്കും മോക്ഷം കൊടുത്തത് അറിയില്ലേ? അവരെല്ലാവരും ആസുരിക ശക്തികളിൽ നിന്നും വേർപെട്ട് പുതിയ ആളുകളായി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നന്മയുടെ വിത്തുകൾ വീണു എന്നാണ് അർത്ഥം. അതോടെ അവർ സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല ആളുകളായി എന്ന് അർത്ഥം.
ഭഗവാന്റെ കയ്യിലെ ഏറ്റവും ശക്തിയുള്ള ആയുധം സുദർശനമാണ്. അതായത് നല്ല ദർശനം. മനുഷ്യന്റെ ഉള്ളിലെ കാഴ്ചപ്പാടുകൾ മാറിയാൽ അവരുടെ സ്വഭാവവും മാറും. അതിലൊരു സംശയവും വേണ്ട. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സൂരജ് മാറിയത് സത്യം തന്നെയാണ്. ധൈര്യമായി സൂരജിന്റെയും വിദ്യയുടെയും വിവാഹം നടത്തിക്കോളൂ. സന്തോഷമായി. മനസ്സില് ഒരു സംശയം കൂടി ബാക്കിയുണ്ട്. അത് നേരത്തെ പറഞ്ഞ കൃഷ്ണഭക്തയായ എന്റെ കൊച്ചുമകൾ മീരയെക്കുറിച്ചാണ്. എന്റെ കുഞ്ഞിന്റെ വിവാഹമോചനം നടന്നു കഴിഞ്ഞു. അവളുടെ ഭാവി ഇനി എന്താവും? അതാ എന്റെ മനസ്സിലെ ആശങ്ക. ഒരു വിഷമവും വേണ്ട. മീര കൃഷ്ണഭക്തിയാണെന്ന് അമ്മ തന്നെ പറഞ്ഞല്ലോ. മീരയെ ഭഗവാൻ നോക്കിക്കോളൂ. എന്റെ ഭഗവാനെ. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉടനെ തന്നെ ലഭിക്കണമെന്നില്ല. ഓരോന്നിനും അതിൻ്റെതായ കാലതാമസമുണ്ടാവും. ശരിയായ സമയത്ത് നല്ലത് സംഭവിക്കും. ധൈര്യമായിട്ടിരുന്നോളൂ. സന്തോഷമായി കാത്തിരിക്കൂ. ശരി, മോനിവിടെ ഇരിക്കെ. ഞാൻ ഇപ്പൊ വരാം. മോനെ വെറും കൈയോടെ അയക്കാൻ മനസ്സനുവദിക്കുന്നില്ല.